ഇന്നും രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചിൻ്റെ അടുത്ത് ഒരു ഉമ്മയൊക്കെ മേടിച്ചിട്ട്. അപ്പം എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു പേപ്പർ കൊടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഇതേയുള്ള ഈ കണ്ടില്ല ഡോക്യുമെൻറ്റ്സ്. ഈ ഡോക്യുമെൻറ്റ്സ് എൻ്റെ ഒരു പാപ്പൻ വരുന്നുണ്ട്, പുള്ളിക്കാരന് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി കുറച്ച് നേരം വണ്ടി നിർത്തി കണ്ടു. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി മൊത്തം നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ച് രാവിലെയും കൂടിയാണ് ഞാൻ ഇറങ്ങി വന്നേക്കുന്നത്. സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കാണാൻ അടിപൊളിയാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി. പിന്നെ ഈ കാണുന്ന ഇത്ര കളർഫുള്ളൊന്നും ഇല്ല, ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് നൈസായിട്ട് കയറ്റി ചെയ്താൽ. എന്നാലും പച്ചപ്പ് എവിടെ കണ്ടല്ലോ അടിപൊളിയാണല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ നേരെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വയനാട് നിന്ന് പോകുന്ന വഴിയാണ്. ബേസിക്കലി വേറൊരു വഴി കൂടെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് വേ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വഴിയാണ് ചൂസ് ചെയ്യാറ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നൈസായിട്ട് കർവ് കണ്ടപ്പം അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി നിർത്തിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെയും ബാക്ക് ടു യാത്ര. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ റൈറ്റ് സൈഡിൽ നല്ല തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ അതെ ലെഫ്റ്റ് സൈഡിലും അതെ നല്ല തേയില തോട്ടമുണ്ട്. അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. ചായ വേണമെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ചായക്കടയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. അല്ലാത്തവർക്ക് നേരെ വിട്ടടിച്ച് പോവുകയും ചെയ്യാം. വലിയ ഒട്ടും ബോറടിപ്പിക്കാത്ത യാത്ര കേട്ടോ. ഇവിടുന്ന് എല്ലാവർക്കും ഇല്ല കേട്ടോ. കുറച്ച് ഒരു റൈഡ് മൈൻഡൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത യാത്ര കേട്ടോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി. എന്താണെന്ന് നോക്കുമ്പോഴാണ് പാർട്ടീൻ്റെ എന്തോ ഒരു ജാഥയോ റാലി എന്തോ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ ഞാൻ നേരെ അവരുടെ കൂടെയും കയറി നേരെ മാനന്തവാടി ഒരു യാത്ര പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നൈസായിട്ട് അവരുടെ ഇടയ്ക്ക് കയറി. പിന്നെ ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ തിരക്കിട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതിൻ്റെ അകത്തുള്ളതല്ല, എനിക്ക് അർജൻറ്റായിട്ട് മാനന്തവാടിൻ്റെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്കൂട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി പോവാം. ബൈക്കിന് അല്ല കാറിനൊക്കെ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഷോ കേട്ടോ. അത് അങ്ങ് ബൈക്കിൽ നിന്ന് അവർ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഏറ്റവും മുമ്പിൽ പോയതാണ്. അങ്ങനെ മാനന്തവാടി എത്തി. ഞാൻ പേപ്പർ കാര്യങ്ങളെല്ലാം അങ്കിളിന് കൊടുത്തു. എന്നിട്ട് പുള്ളിയുടെ വഴിക്ക് പോയി. ഞാനപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. കിട്ടില്ല ഫുഡായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ അറിയത്തില്ലേ. പിന്നെ എൻ്റെ തീറ്റ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എമ്മാതിരി തീറ്റ ഇരുന്നതെന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ നേരെ ബാക്ക് ടു ഹോം. അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അബി ഉണ്ടായിരുന്നു. അബീനെയും കൂട്ടിക്കൊണ്ട് നേരെ ഞങ്ങൾ അവൻ്റെ കൂടെ പോയി.